ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പുരോഗമിക്കുന്നു. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. കൊല്ലം ഇടവട്ടം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിനി ദുർഗയ്ക്ക് നൽകുക. രാജ്യത്ത് ആദ്യമായാണ് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 2 മണിക്ക് ഹൃദയവുമായി പുറപ്പെട്ട എയർ ആംബുലൻസ് 3 മണിക്കാണ് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലെത്തിയത്. തുടർന്ന് റോഡ് മാർഗം ആംബുലൻസിലാണ് ഹൃദയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അവിടെ പുരോഗമിക്കുകയാണ്. ആൻ മരിയ സണ്ണിയാണ് ഉള്ളത്. ആൻ, ഗുഡ് ഈവനിങ്. ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ്. ഏറെ അഭിമാനകരമായ, അതോടൊപ്പം തന്നെ ഏറെ സന്തോഷകരമായ നിമിഷങ്ങൾക്കാണ് കേരളക്കര ഈ കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഒരു 10 മണിയോടുകൂടി തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയത്. 3 മണിയോടുകൂടി എറണാകുളം ഹയാത്തിലേക്ക് ഹൃദയമായി എത്തുന്നു. അതിനുശേഷം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്ന ഒരു 6 മിനിറ്റ് സമയമാണ് പോലീസ് പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 4 മിനിറ്റോടുകൂടി, സാധാരണ നിലയിലാണെങ്കിൽ 14 മിനിറ്റാണ് കണക്കിലാക്കുന്നത്. അതിൽ 4 മിനിറ്റോട് കൂടി, വെറും 4 മിനിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രയും സമയത്തോടു കൂടി തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ഹൃദയമായിട്ടുള്ള ആംബുലൻസ് എത്തുന്നു. അത് ആംബുലൻസ് എത്തുന്നതോട് മുന്നോടിയായി തന്നെ വലിയ തരത്തിലുള്ള സജ്ജീകരണം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആദ്യഘട്ട തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇതിന്റെ ആദ്യഘട്ട ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിലും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഹൃദയമായിട്ടുള്ള ആംബുലൻസ് 3-4 കൂടി ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നു. ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട കാര്യങ്ങളിലേക്കും കടക്കുന്നു. ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പുരോഗമിക്കുകയാണ്. മണിക്കൂറുകൾക്ക് നമ്മളോട് പറഞ്ഞ സമയം അനുസരിച്ചാണ് ഏകദേശം ഒരു 6 മണിയോട് കൂടി ശസ്ത്രക്രിയ വിജയകരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് സാധിക്കും. എന്തായാലും സന്തോഷകരമായ നിമിഷമാണ്. കാരണം കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥയെ വിശ്വസിച്ചുകൊണ്ട് എത്തിയ ആളാണ് നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗ എന്ന് പറയുന്ന 21 വയസ്സുകാരി. 19ാമത്തെ വയസ്സിൽ ഈ രോഗം തിരിച്ചറിയുന്നു. അത് രോഗം തിരിച്ചറിയുന്നതിനും ഒരു കഥയുണ്ട് ക്രിസ്റ്റീന പറയുകയാണ് എങ്കിൽ. കാരണം കോതമംഗലം സ്വദേശിയായിട്ടുള്ള ഡോക്ടർ, കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ നേപ്പാളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഡോക്ടറിന്റെ പരിശോധനയിലാണ് ഇത് മരുന്നുകൾക്കൊന്നും നിലനിൽക്കുന്ന ഒരു അസുഖമല്ല ദുർഗയ്ക്കുള്ളത് എന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് ഈ കേരളത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുമെല്ലാം, അതോടൊപ്പം തന്നെ വിജയകരമായി പൂർത്തിയാക്കിയ നിരവധി ശസ്ത്രക്രിയകളെക്കുറിച്ചും ദുർഗ അറിയുന്നു. അങ്ങനെയാണ് ദുർഗ കേരളത്തിലേക്ക് ജനറൽ ആശുപത്രിയിലേക്കും എത്തുന്നത്. പിന്നീട് ചില ആദ്യഘട്ടങ്ങളിലെല്ലാം നമ്മൾ മണിക്കൂറുകളായിട്ട് പറയുന്നതാണ്, നിയമപരമായിട്ടുള്ള ചില കുരുക്കുകളിലൊക്കെ പെട്ടുപോകുന്നു. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ദുർഗ കാത്തിരുന്ന നിമിഷത്തിലേക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് എന്താണ് അവസാന ഘട്ടം എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ക്രിസ്റ്റീന, ഇത് എത്ര സമയമെടുക്കും ഈ ശസ്ത്രക്രിയയ്ക്ക് എന്ന് അറിയാമോ? അത് എപ്പോഴേക്ക് ഈ ശസ്ത്രക്രിയ പൂർത്തിയാകും? അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതൊക്കെ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും 4 മണിക്കൂറാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന സമയം. അതായത് ഹൃദയം എടുക്കുന്നത് മുതൽ വെക്കുന്നത് വരെയുള്ള 4 മണിക്കൂർ. ഈ 4 മണിക്കൂർ സമയത്തിനുള്ളിൽ നമ്മൾ ശസ്ത്രക്രിയ പൂർത്തിയാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു മണിക്കൂർ, 5:30 ആ ഒരു സമയത്തോടു കൂടി, 5:30-6 മണി എന്നൊരു സമയമാണ് സൂപ്രണ്ടിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് വിജയകരമായി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു 4 മണിക്കൂർ സമയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ 9 മണിയോട് കൂടിയാണ് സൂപ്രണ്ടിനെ സമീപിക്കുന്നത്. ആ സമയത്ത് തന്നെ അവർ ആശുപത്രി, അതായത് എറണാകുളം ജനറൽ ആശുപത്രി എല്ലാം കൊണ്ട് പൂർണ്ണ ഒരുക്കമായിരുന്നു. കാരണം 2ാമത്തെ ചരിത്ര നിമിഷത്തിനാണ് എറണാകുളം ജനറൽ ആശുപത്രി സാക്ഷി വഹിക്കുന്നത്. ഇതിനു മുൻപുള്ള 2021 ഓപ്പൺ ഹാർട്ട് സർജറിയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ തന്നെ നടക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഇതാ 2025 ഈ ഡിസംബർ 22-ാം തീയതി മറ്റൊരു ചരിത്ര നിമിഷത്തിന് കൂടി എറണാകുളം ജനറൽ ആശുപത്രി സാക്ഷ്യം വഹിക്കുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത്. ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദേശത്തടക്കം നിരവധിയായിട്ടുള്ള പഠനങ്ങൾ കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനു മുൻപും പല ശസ്ത്രക്രിയകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ആ കൂടെയുള്ള ഡോക്ടർമാർക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള പരിശീലനങ്ങളെല്ലാം നൽകുന്നുണ്ടായിരുന്നു. ആ പരിശീലനങ്ങളുടെ അവസാനത്തോടു കൂടിയാണ് ദുർഗയുടെ ശസ്ത്രക്രിയ ഇപ്പോൾ അവിടെ നടക്കുന്നത്. എന്തായാലും
വലിയ തരത്തിലുള്ള ആ ഷിബുവിന്റെ കുടുംബം നൽകിയിരിക്കുന്ന ഒരു സന്മനസ്, ആ കുടുംബത്തിന്റെ ഒരു സന്മനസ് തന്നെയാണ് ദുർഗയിൽ ഇപ്പോൾ മിടിക്കുന്ന ഈ ഹൃദയം എന്ന് പറയുന്നത്. നമുക്കൊരു 5:30 കൂടി തന്നെ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ കൂടി, ഇതിന്റെ അപ്ഡേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തായാലും 10 മണിയോടുകൂടി ആരംഭിച്ച ഒരുക്കങ്ങളാണ്. നമ്മൾ 12 മണിയാണ് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്ന സമയം. അത് പിന്നീട് നമുക്ക് ചില താമസങ്ങൾ കൊണ്ട് അതൊരു 1:30 ശേഷം 2 മണിയോട് കൂടിയാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. അത് പിന്നീട് 3 മണിയോട് അടുത്ത് ഈ ഹയാത്തിലേക്ക് എത്തുന്നു. 3-4 കൂടി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നു. ഗതാഗതമെല്ലാം വലിയ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണം എറണാകുളം ജില്ലയുടെ, അതായത് ഈ ഹയാത്തിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രി വരെയുള്ള ഭാഗങ്ങളിൽ ഈ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. പോലീസൊക്കെ പൂർണ്ണമായിട്ടും ഒരുക്കമായിരുന്നു. രാവിലെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി രാജീവും ഈ ആശുപത്രിയുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് രാവിലെ വിശദീകരിച്ചതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാളുകൾ എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. സൂപ്രണ്ടിന്റെ സംഘം എല്ലാവരും ഹയാത്തിലേക്ക് പുറപ്പെട്ടു. ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്ന ജോർജ് വാളൂരാൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ഈ ഹൃദയം കൊണ്ടുവരുന്ന ആംബുലൻസിൽ തന്നെ അദ്ദേഹവും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഈ ശസ്ത്രക്രിയയിലേക്ക് കടക്കുന്നതും ക്രിസ്റ്റീന. ഓക്കെ, എന്തായാലും ഒരു നന്മ ചെയ്യുന്നതിന് അതിന് അതിരുകൾ ബാധകമല്ല, സാമ്പത്തിക അവസ്ഥ ബാധകമല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് തന്നെ അതിർത്തി കടന്നുള്ള നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുള്ള ദുർഗയ്ക്കാണ് ആ ഹൃദയം ഇപ്പോൾ തുന്നിച്ചേർക്കുന്നത്. എത്രയും പെട്ടെന്ന് സർജറി കഴിഞ്ഞ് ദുർഗ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒപ്പം തന്നെ ചിറക്കൽ സ്വദേശിയായ ഷിബുവിൻ്റെ ആ ഒരു കുടുംബത്തെയും അവരുടെ ആ നന്മയെയും നമ്മൾ ഓർക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.